ഇതുപോലെ സുപ്രധാനമായ വിഷയങ്ങൾ സഭയിൽ നടക്കുമ്പോൾ രാഹുൽ സഭയിൽ വരുന്നത് മോദിയെ പരിഹസിക്കാനും പറയാനും വേണ്ടി മാത്രമാണ് എന്ന് സാമാന്യ ജനങ്ങൾ കരുതുന്നതിൽ അവരെ നമുക്കൊരിക്കലും തെറ്റു പറയാനാകില്ല. എല്ലാം പറഞ്ഞു കഴിഞ്ഞ് രാഹുൽ പ്രസംഗം അവസാനിപ്പിച്ചു. എന്നിട്ട് ഇഡിയറ്റ് എന്ന് പരാമർശിച്ചത് ആരെയും ഉദ്ദേശിച്ചല്ല എന്ന് ഒരല്പം പരിഹാസ രൂപത്തിൽ പറഞ്ഞുകൊണ്ട് ആ വാക്ക് ഒരിക്കൽ കൂടി ഒന്ന് സഭയിൽ ഉറപ്പിച്ചു. കാരണം നാളെ ഈ വാക്കായിരിക്കും BJP ട്രോളാൻ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് അറിയാം. രാഹുൽ പണ്ടും ഇതുപോലുള്ള പല നാടകങ്ങളും സഭയിൽ നടത്തിയിട്ടുണ്ട്. പണ്ട് ലോക്സഭയിൽ അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്കിടയ്ക്ക് പ്രസംഗം നടത്തിയതിനു ശേഷം രാഹുൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീറ്റിനടുത്തേക്ക് അപ്രതീക്ഷിതമായി ചെന്ന് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു. എല്ലാവരും കണ്ണു തള്ളി ഒരു നിമിഷം ഇരുന്നു പോയി. തന്റെ സീറ്റിലേക്ക് മടങ്ങിയെത്തിയ രാഹുൽ സഹപ്രവർത്തകർക്ക് നേരെ എന്ന് വെച്ചാൽ കോൺഗ്രസ് ബെഞ്ചിന് നേരെ നോക്കി ചിരിച്ചുകൊണ്ട് കണ്ണിറുക്കി കാണിച്ചു. ഗൗരവമേറിയ പാർലമെന്റ് ചർച്ചകളെ നാടകവേദിയാക്കി മാറ്റിയ കോമാളിത്തരം മാത്രമാണ് അത് എന്ന് അന്ന് വിലയിരുത്തപ്പെട്ടു.